വിവാഹപ്പൊരുത്തത്തിലെ ശരീരപ്പൊരുത്തം അല്ലെങ്കിൽ ദേഹപ്പൊരുത്തം നോക്കണോ? നമ്മൾ മനപ്പൊരുത്തം ചിലവർ പറയും പൊരുത്തമൊക്കെ ഉണ്ട് എങ്കിലും മനപ്പൊരുത്തം ഇല്ല. ചിലവർ പറയും മനപ്പൊരുത്തമൊക്കെ നല്ലതുള്ളതുകൊണ്ട് ഞങ്ങൾ കല്യാണം അങ്ങോട്ട് കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് മനപ്പൊരുത്തമൊക്കെ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അടിയായി, ഇടിയായി, വഴക്കായി, ഡിവോഴ്സായി. എല്ലാ പൊരുത്തങ്ങളും നോക്കി വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാം ഒത്തു വന്നിട്ട് ഒരു വിവാഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. മനപ്പൊരുത്തം പോലെ തന്നെ ശരീരപ്പൊരുത്തം വളരെ പ്രാധാന്യമുള്ളതാണ്. നല്ല തടിച്ചു കൊഴുത്ത ഒരാള് അയാൾക്ക് സ്കൂൾഡായിട്ട് മെലിഞ്ഞ് പൊക്കം കുറഞ്ഞൊരു കുട്ടി ഒരിക്കലും പറ്റില്ല. അപ്പം അത് വളരെ പ്രാധാന്യമുള്ള ആകർഷകമായിട്ടുള്ള സ്ത്രീക്ക് അതുപോലെ തന്നെ ആകർഷണീയനായിട്ടുള്ള ഒരു പുരുഷനെ വേണം. ആകർഷണീയതയുള്ള സ്ത്രീക്ക് പുരുഷനും വേണം, പുരുഷൻ ആകർഷണീയനാണെങ്കിൽ അവൾക്ക് സ്ത്രീയും വേണം. പലപ്പോഴും അത് ലഭിച്ചാലേ നമുക്ക് സമത്വവും ഐക്യമൊക്കെ ഉണ്ടാകുള്ളൂ. ചേരുംപടി ചേരുന്ന പോലെയാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ എന്താണ് ശരീരപ്പൊരുത്തവും അല്ലെങ്കിൽ ദേഹപ്പൊരുത്തവും എന്ന് പറയുന്നത്. ദീർഘദേഹമുള്ളയാള് ദീർഘദേഹിയായ ഒരു സ്ത്രീയെ തന്നെ കല്യാണം കഴിക്കണം, അല്ലാണ്ട് ഹ്രസ്വ സ്ത്രീയെ കഴിക്കരുത്. പുരുഷന് ഹ്രസ്വദേഹിയായ സ്ത്രീക്ക് വർണ്ണതുല്യമായിട്ടുള്ള ആള് തന്നെ വേണം താനും. അപ്പോൾ ഈ പൊരുത്തം നോക്കുന്നതിനോടൊപ്പം തന്നെ, അതാണ് പെണ്ണ് കാണൽ ആണ് കാണൽ എന്നൊക്കെ പറയാം. പണം മാത്രം മോഹിച്ചോ അല്ലെങ്കിൽ പൊരുത്തം മാത്രം നോക്കിയിട്ടല്ല. വിവാഹപ്പൊരുത്തത്തിലെ ശരീരപ്പൊരുത്തം പോലെ തന്നെ ദേഹപ്പൊരുത്തം വളരെ വിശേഷമാണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ മാത്രമേ സുദീർഘമായിട്ടും നല്ല തരത്തിലുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനും കൂടെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഈ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്.